PR ഇല്ലാത്ത ശൈത്യ ഈ ആഴ്ച ഔട്ടാവും. PR അത്ര ശക്തമായി രൂക്ഷമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ ആദ്യം ഒരു വീഡിയോ കാണിക്കാം. ഇന്ന് ഞാൻ ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റ് ചെയ്യാനല്ല വന്നിരിക്കുന്നത്. ഒരു സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് മലയാളത്തിന്റെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. ആദ്യം ഞാനത് കാണിച്ചു തരാം. നിങ്ങളുടെ എല്ലാ വോട്ടുണ്ടെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നു. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ അവളെ വോട്ട് ചെയ്ത് സഹായിക്കണം. എല്ലാവരുടെയും പ്രാർത്ഥനയും അവരുടെയും സപ്പോർട്ടും എല്ലാം ഉണ്ടാകണം. ശൈത്യ സന്തോഷിന്റെ അമ്മയാണ് ഈ സംസാരിക്കുന്നത്. സ്വന്തം മോൾക്ക് വേണ്ടി വോട്ട് യാചിക്കുകയാണ്. അവരതിനകത്ത് ആ വീഡിയോ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ഏത് ലെവലിലാണ് ഇന്ന് വോട്ടിന് വേണ്ടി യാചിക്കുന്നതെന്ന്. നമ്മൾ കണ്ടസ്റ്റൻസ് വോട്ട് ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്, കണ്ടസ്റ്റൻസിന്റെ ഫ്രണ്ട്സ് ഒക്കെ സ്റ്റോറി ഇടുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു അമ്മ വന്നിങ്ങനെ വോട്ട് ചോദിക്കുന്നത് കാണുന്നത്. ഈ പ്രശ്നം അവിടെ നിൽക്കട്ടെ, ഞാൻ പറയാം. ശൈത്യ സന്തോഷിന്റെ അമ്മയെ കുറിച്ച് പറയാനാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, സൂപ്പർ അമ്മയും മകളെന്ന് പറഞ്ഞ അമൃത TV ഒരു ഷോയിൽ വന്ന് വലിയ കോൺട്രവേഴ്സിയൊക്കെ ആയി മാറി. 5th പൊസിഷൻ കൊടുത്തപ്പോൾ അവർക്ക് വേണ്ടെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്ത് വലിയ വിവാദമായി മാറിയ വിഷയങ്ങളൊക്കെ അവരുടെ പിന്നിലുണ്ട്. അതൊക്കെ എന്തോ ആവട്ടെ, ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ എന്തിന് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നു, ശൈത്യയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണോ നിങ്ങൾക്ക് തോന്നും. അല്ല, കാരണം ബിഗ് ബോസിനകത്ത് മൊത്തം PR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം PR ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് ശൈത്യ അതിനകത്ത് ചെയ്യുന്ന പെർഫോമൻസുകൾ നമ്മൾ രണ്ട് കൂട്ടരും, അതായത് മീൻസ് ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? 2 ദിവസമായിട്ട് ശൈത്യ ഇമ്പ്രൂവ്മെന്റിലേക്ക് വന്നിട്ടില്ലേ? ആദ്യത്തെ ഒരാഴ്ച ഡൗൺ ആണ്. അതിൽ നിന്നും ശൈത്യ മുകളിലേക്ക് കയറി വന്നിട്ടുണ്ടോ? ഇല്ലേ, വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ എഴുതി വെച്ചോ, ശൈത്യ ഈ ആഴ്ച ഔട്ടാവും. കാരണം PR അത്ര രൂക്ഷമായാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ PR കമന്റുകൾ നമുക്ക് ചാനലിന്റെ കമന്റ് ബോക്സുകളിലും റിവ്യൂവേഴ്സിന്റെ കമന്റ് ബോക്സുകളിലൊക്കെ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ശൈത്യ എന്തുകൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്നില്ല? ഒരു പക്ഷേ ശൈത്യയെ പോലുള്ള PR ഇല്ലാത്ത കണ്ടസ്റ്റൻസ്, ഒരിക്കലും PR ഉണ്ടെങ്കിൽ ഒരു അമ്മ ഇങ്ങനെ വന്നതെന്ന് യാചിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ലെന്നാണ് എനിക്കിത് കണ്ടപ്പോൾ മനസ്സിലായത്. ഇങ്ങനൊരു കോണ്ടന്റ് തികച്ചും ഞാൻ ചെയ്യണമെന്ന് കരുതിയതുമല്ല, ഇങ്ങനൊരു കോണ്ടന്റ് ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചിട്ടുകൂടിയില്ല. പക്ഷേ ഇത് ചെയ്യേണ്ടി വന്ന സാഹചര്യം PR അത്ര രൂക്ഷമാണ്. ഓരോ കണ്ടസ്റ്റൻസിൻ്റെയും ഭാഗത്ത് നിന്ന് അവരവർക്ക് വരുന്ന PR എനിക്ക് വളരെ വ്യക്തമായി അറിയാം. അത് എന്തുകൊണ്ട് അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു ഈവൻ ഇപ്പം ഈ സീസണിൽ ഭയങ്കര ഡൗൺ ആണ് വ്യൂവർഷിപ്പ്. എനിക്കായിരുന്നാലും എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന്റെ വ്യൂവർഷിപ്പ് ഭയങ്കര ഡൗൺ ആണ്. എന്നിരുന്നാൽ കൂടിയും PR റിക്വസ്റ്റുകൾ വരുന്നുണ്ട്. PR പെയ്ഡ് തരാം, ഇതാണ് ചെയ്യേണ്ടത്, അതാണ് ചെയ്യേണ്ടത്, കോണ്ടന്റുകൾ കട്ട് ചെയ്ത് ഇത് ചെയ്യണം അത് ചെയ്യണം എന്ന് പറഞ്ഞ് പേയ്മെന്റ് അടക്കം വരുന്നുണ്ട്. അത് ഞാൻ ഇന്നുവരെ ചെയ്തിട്ടില്ല പരിപാടി, എനിക്ക് അറിയത്തുമില്ല അതിനെപ്പറ്റി ചെയ്യാനായിട്ട്. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നിയത്, എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള കണ്ടസ്റ്റൻസ്, ഞാൻ ശൈത്യ എന്ന് പറയുന്ന പേര് മാറ്റി വയ്ക്കുന്നു, എന്തുകൊണ്ടാണ് ഇതുപോലത്തെ കണ്ടസ്റ്റൻസ് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത്? ഇവർക്കും ഒരു PR ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ ഈ അമ്മ പറഞ്ഞ സംഭവമാണ് ഞാൻ എടുത്ത് ചോദ്യം ചെയ്യുന്നത്. ഈ ശൈത്യയ്ക്ക് ഒരു PR ഉണ്ടായിരുന്നെങ്കിൽ ശൈത്യ അവിടെ ചെയ്യുന്ന ഒരു നിസാര സാധനമെങ്കിലും കട്ട് ചെയ്ത് ഒരു റീലാക്കാനോ 4 വരി എഴുതി വിടാനോ ആളുണ്ടായിരുന്നെങ്കിൽ ആ കൊച്ചിന് 10 വോട്ട് കിട്ടൂലേ? കിട്ടും. ഇതുപോലെ തന്നെ PR ഇല്ലാത്ത പല പല കണ്ടസ്റ്റൻസും ബിഗ് ബോസിനകത്ത് ഇപ്പം നിലവിലുണ്ടാവാം. പക്ഷെ അവരൊക്കെ ഇനി എത്ര കളിച്ചു കഴിഞ്ഞാലും എത്ര പെർഫോമൻസ് ചെയ്ത് കഴിഞ്ഞാലും മുന്നോട്ട് വരില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. കാരണം എനിക്ക് വളരെ നന്നായിട്ട് PR കൊടുത്ത കാശ് വരെ വളരെ വ്യക്തമായിട്ടറിയാം, ഓരോരുത്തരും കൊടുത്ത കാര്യങ്ങൾ. അതൊന്നും ഞാൻ തുറന്ന് പറയുന്നില്ല. PR അതിക്രമം കടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അവർക്ക് നല്ലതിന് വേണ്ടി ചെയ്യാം, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ബിഗ് ബോസ് മലയാളത്തിന്റെ മേക്കേഴ്സ് ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ താഴെ വരുന്ന അച്ചടിച്ച് വരുന്ന ആ വിത്തിൻ 1 സെക്കൻഡിൽ ഇതേ ഇങ്ങനെ ഒരു സാധനം വരും കമന്റ്. ഒരു പ്രൊമോ ആയിക്കോട്ടെ, എപ്പിസോഡിന്റെ ഹൈലൈറ്റ് ആയിക്കോട്ടെ, എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ വിത്തിൻ 1 സെക്കൻഡിൽ ഇങ്ങനെ ഒരു എസ്സേ വരും. ഇതെല്ലാം PR ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. PR ഇല്ലാതെ ബിഗ് ബോസ് മലയാളത്തിൽ നിൽക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് ഓർക്കണം. 9ാമത്തെയോ 10ാമത്തെയോ ആഴ്ചയല്ല, ഷോ തുടങ്ങി 2ാമത്തെ ആഴ്ചയാണ് ഈ വന്ന് കിടന്നിങ്ങനെ കെഞ്ചുന്നത്. ഇങ്ങനെ കെഞ്ചുന്നതിൻ്റെ പിന്നിൽ അർത്ഥം എന്താണെന്ന് നിങ്ങളൊന്ന് സ്വാഭാവികമായിട്ടൊന്ന് ചിന്തിച്ച് നോക്ക്. എന്താണ് അർത്ഥം? എൻ്റെ മോള് ഡേഞ്ചർ സോണിലാണ്, നിങ്ങൾ വോട്ട് ചെയ്യണം, ശൈത്യയുടെ അമ്മയാണ് ഞാൻ എന്നൊക്കെ വന്ന് പറയണമെങ്കിൽ അവരുടെ ഗതികേട് എന്ന് പറഞ്ഞാൽ PR കൊണ്ടിരിക്കാൻ വയ്യ. ഇതുപോലെ തന്നെ കണ്ടസ്റ്റൻസ് പലരും അതിനകത്ത് PR ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. ഈ PR ഇല്ലാത്ത ആൾക്കാരിന് ഇനി എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും അവർക്ക് മുന്നോട്ട് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മേക്കേഴ്സ് കൂടുതൽ എന്തായാലും ഇത്തവണ 7ന്റെ പണിയാണ്.
റിവ്യൂവേഴ്സിന് 7ന്റെ പണി കിട്ടി, കണ്ടസ്റ്റൻസിന് പണി കിട്ടി. ഈ PR-കൾക്ക് മാത്രം 7ന്റെ പോയിട്ട് 1ന്റെ പണി പോലും കിട്ടാത്ത അവസ്ഥയാണ്. ഇവരെയൊക്കെ വേണം ആദ്യം 8ന്റെ പണിയിട്ട് പൂട്ടാൻ. PR-കൾ ശല്യം അതിക്രമം ഭയങ്കരമായി കൂടിയിരിക്കുകയാണ്. ഇതെങ്ങനെയെങ്കിലും ഒന്ന് നിയന്ത്രിക്കാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം. അല്ലെങ്കിൽ ഇന്നിപ്പോൾ ശൈത്യം എന്നതുപോലെ നാളെ ഇനി PR അല്ലാത്ത ആരെങ്കിലുമൊക്കെ ഇതുപോലെ വരും. നമുക്ക് കാത്തിരിക്കാം, ഇനിയും ഇതുപോലെ വരും. നമ്മൾ വിചാരിക്കാത്ത പലരും PR-കൾ കൊടുത്തിട്ടുണ്ട്, നമ്മൾ വിചാരിക്കുന്ന പലരും അതിനകത്ത് കൊടുത്തിട്ടുമില്ല. സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. നമുക്ക് നോക്കാം. എന്തായാലും ഇത് കണ്ടപ്പോൾ എനിക്ക് ചെയ്യണം എന്ന് തോന്നി. ഇനിയിപ്പോൾ ഇതിൻ്റെ താഴെ പൊങ്കാലകളൊക്കെ വരുമായിരിക്കും, വന്നോട്ടെ. ഇത് കണ്ടപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നി. അത്രേ ഉള്ളൂ. ബൈ.